ഇപ്പോഴും എനിക്ക് ആ ഹോസ്പിറ്റലൈസേഷൻ്റെ ട്രോമയുണ്ട്. എന്നെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം എനിക്ക് ഹോസ്പിറ്റലൈസേഷൻ എത്ര ട്രോമയുള്ള കാര്യമാണെന്ന്. എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ എന്ത് മരുന്നാണ് എനിക്ക് തരുന്നതെന്ന് ചോദിക്കുമ്പോൾ പോലും അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി തരുന്നില്ല. ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിനോട് സഹകരിക്കില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. ആ സമയത്താണ് എനിക്ക് ശരിക്കും ഞാനൊരു ഹ്യൂമൺ അല്ലേ, എൻ്റെ വാക്കിന് ഒരു വിലയില്ല, എൻ്റെ സമ്മതം ഇല്ലാതെ ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്തിരിക്കുകയാണ് ലിറ്ററലി. പകുതി ട്രോമ നമുക്ക് എന്താ പറയുക, ഒരു അബാൻഡൻമെന്റിൽ നിന്നുണ്ടായെങ്കിൽ ബാക്കി പകുതി ട്രോമ ഉണ്ടാവുന്നത് ആ സഹായിക്കേണ്ട ഇടത്ത് നിന്നാണ്. തീർച്ചയായിട്ടും അത് ഭയങ്കര മോശം അനുഭവമാണ്. റിയയുടെ ജീവിതത്തിനെ ഏറ്റവും മാറ്റിമറിച്ചതും ഏറ്റവും വിഷമത്തിൽ ആഴ്ത്തിയതുമായ ഒരു കാര്യമാണ് ആക്സിഡന്റിലെ. അങ്ങനെ ആക്സിഡന്റിൽ ഫേസിന്റെ പകുതി ഡാമേജ് ആയി. പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടാണ് ഏകദേശം ഇപ്പൊ കാണുന്ന ഒരു രൂപത്തിൽ ആക്കി എത്തിയത്. ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ടോ ലൈഫിൽ? ഒന്നല്ല, നമുക്കൊരു 5-6 സിനിമ എടുത്തേക്കാം. ഫോണിൽ ഭയങ്കരമായിട്ട് ആരൊക്കെയോ വിളിക്കുന്നു. അപ്പം ഞാൻ ഇതെന്ത് പറ്റി, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയതാണോ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഇത്രയും ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ. അപ്പം ഞാൻ എടുക്കുമ്പോൾ ഇപ്പോൾ ഡയറക്ടറാണ് എന്നെ വിളിച്ച് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡിൻ്റെ കാര്യം പറയണത്. അപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സ്റ്റേറ്റ് അവാർഡ്? എത്ര വർഷങ്ങളോ ഉണ്ടായിരുന്നു? അതിൻ്റെ അംശങ്ങൾ ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടാവും. ഞാൻ സന്തോഷത്തിലല്ല, എനിക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും ഉണ്ടായ ഒരു ആഘാതത്തിൻ്റെ അംശങ്ങൾ ചിലപ്പോൾ മറ്റെന്തെങ്കിലും എലമെൻറ്റുകളായിട്ട് ഇപ്പോഴും ഉണ്ടാവും. നമ്മൾ മോൾഡ് ആവുന്നത് അങ്ങനെയാണല്ലോ, നമ്മളെന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങളും കൂടെയാണല്ലോ. അപ്പോൾ ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥ എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തിൽ കൂടുതലൊക്കെ എനിക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കളുടെയും ഒരുപാട് നല്ല ഇടങ്ങളുടെയും സഹായത്തോടു കൂടെ തന്നെയാണ് വീണ്ടും ഓക്കെ ആയിട്ടുള്ളൊരവസ്ഥയിലോട്ട് തിരിച്ചു വരുന്നത്. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആ സമയത്ത് ഹോസ്പിറ്റലൈസ് ചെയ്തിരുന്ന സമയത്തും എനിക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു ട്രോമ ഉണ്ടായിരുന്നു. എൻ്റെ സമ്മതത്തോടെയോ എൻ്റെ മനസ്സിലാക്കലോടുകൂടി ആയിരുന്നില്ല ആ സമയത്ത് എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തിരുന്നത്. ഞാനതിനെ ഇപ്പോഴും ഭയങ്കര അന്യായമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ ഭയങ്കര അപ്സെറ്റ് ആവുന്നൊരു മൊമെൻ്റ് ഉണ്ടാവുകയും ആ മൊമെൻറ്റിൽ എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്യുന്നു. അതിനോട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിന് ശേഷം എനിക്ക് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നില്ല. എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാതെ എനിക്ക് ആൻറ്റി ഡിപ്രസൻസ് തരുന്നു, എനിക്ക് മറ്റ് മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആയിട്ടുള്ള മരുന്നുകൾ തരുന്നു, അതിൻ്റെ ആൻസിലറി മരുന്നുകൾ തരുന്നു. ഒരു ലിസ്റ്റ് ഓഫ് മരുന്നുകളാണ് എനിക്ക് തരുന്നത്. ഈ ഞാൻ കേട്ടൊരു കഥയെന്ന് പറയുന്നത് റിയയുടെ സമ്മതമില്ല ഒരു ഭ്രാന്താശുപത്രിയിൽ തന്നെ ആയിരുന്നു അല്ലേ കുറച്ച് നാൾ? അതൊരു മെഡിക്കൽ കോളേജ് ആയിരുന്നു. ആ മെഡിക്കൽ കോളേജിൻ്റെ സൈക്യാട്രി വാർഡിലായിരുന്നു. എൻ്റെ അതായത് ആദ്യ കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഇവരെന്നെ സഹായിക്കുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം, നമുക്ക് ഹോസ്പിറ്റലുകളോടൊക്കെ ഉള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. നമ്മളെക്കാളും അറിവുള്ള ആളുകളാണ്, നമ്മളെക്കാളും നമുക്ക് നമ്മുടെ കാര്യം മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് എന്നുള്ളൊരു രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചയൊക്കെ അങ്ങനെ പോയി. പിന്നീട് എനിക്ക് പറയുന്ന പോലെ എൻ്റെ അടുത്ത് കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ എന്ത് മരുന്നാണ് എനിക്ക് തരുന്നതെന്ന് ചോദിക്കുമ്പോൾ പോലും അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി തരുന്നില്ല. ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിനോട് സഹകരിക്കില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. ആ സമയത്താണ് എനിക്ക് ശരിക്കും ഞാനൊരു ഹ്യൂമൺ അല്ലേ, എൻ്റെ വാക്കിന് ഒരു വിലയില്ല, എൻ്റെ സമ്മതം ഇല്ലാതെ ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്തിരിക്കുകയാണ് ലിറ്ററലി. അപ്പം അതെനിക്ക് ഒരു ഇൻഹ്യൂമൻ ആയിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഇപ്പോഴും എനിക്ക് ആ ഹോസ്പിറ്റലൈസേഷൻ്റെ ട്രോമയുണ്ട്. എന്നെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം എനിക്ക് ഹോസ്പിറ്റലൈസേഷൻ എത്ര ട്രോമയുള്ള കാര്യമാണെന്ന്. എനിക്കൊരു പ്രശ്നം വന്നാൽ എനിക്ക് വിശ്വാസത്തോടെ ഇപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് അത് തറച്ചു കിടപ്പുണ്ടല്ലേ? അത് ഭയങ്കരമായിട്ട് തറച്ചു കിടക്കുന്നുണ്ട്. കാരണം ഭയങ്കര എന്താണെന്ന് പോലും മനസ്സിലാവാതെ ആ മരുന്നുകളുടെ എഫക്റ്റുകളിൽ നിന്ന് പോലും പുറത്തു വരാൻ എനിക്ക് ഒരുപാട് സമയമെടുത്തു. ഇന്ന് എനിക്ക് അതിനെ പറ്റിയുടെ വിദ്യാഭ്യാസം ഉണ്ട്. ഇന്ന് ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, ഞാൻ സൈക്കോളജി പഠിച്ചിട്ടുള്ള ആളാണ്. അല്ലാതെയും അതിനെപ്പറ്റി പേഴ്സണലായിട്ടും അല്ലാതെയും ഒരുപാട് വായിക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അറിവ് പൂർണ്ണമാണെന്നല്ല, എങ്കിൽ പോലും എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്താണ് എനിക്ക് സംഭവിച്ചത്, എന്താണ് ആ അവസ്ഥ എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കൊരു ഇൻസൈറ്റ് ഉണ്ട്. അന്ന് ആ ഇൻസൈറ്റ് ഇല്ലാത്തൊരു 19-കാരിയെ സംബന്ധിച്ച് അതുണ്ടാക്കുന്ന ട്രോമ വളരെ വലുതായിരുന്നു. അത് സഹായം തരുന്നൊരു സ്ഥലത്ത് നിന്നാണ് അത്രയും വലിയൊരു പകുതി ട്രോമ നമുക്ക് എന്താ പറയുക, ഒരു അബാൻഡൻമെന്റിൽ നിന്നുണ്ടായെങ്കിൽ ബാക്കി പകുതി ട്രോമ ഉണ്ടാവുന്നത് ആ സഹായിക്കേണ്ട ഇടത്ത് നിന്നാണ്. തീർച്ചയായിട്ടും അത് ഭയങ്കര മോശം അനുഭവമാണ്. അവിടെ നിന്നാണ് എനിക്ക് ശരിക്കും ഒരു സൈക്കോളജി പഠിക്കുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാനങ്ങനെ സഹായം കൊടുക്കുന്ന സോഷ്യൽ സർവീസിൽ നിൽക്കേണ്ട ഒരാളാവണം എന്നുള്ളതിൻ്റെ ഉറച്ച തീരുമാനത്തിൻ്റെ ഒരു അടിസ്ഥാനം അവിടെ നിന്ന് തന്നെയാണ്. കാരണം അങ്ങനെ സഹായം കിട്ടുന്ന ഇടങ്ങൾ ഭയങ്കര കുറവാണ് എന്നാണ് എനിക്ക് എല്ലായ്പ്പോഴും തോന്നിയിട്ടുള്ളത്. മനുഷ്യരെ ഒരു ബുക്കീഷ് നോളജിനൊക്കെ അപ്പുറത്തോട്ട് മനുഷ്യരെ മനസ്സിലാക്കുകയും കൃത്യമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കാൻ ഉള്ള ഇടങ്ങൾ ഇപ്പോഴും നമുക്കറിയാം. നമ്മുടെ ചുറ്റുള്ള ഒരുപാട് മനുഷ്യർ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് അതെ എല്ലായ്പ്പോഴും ഈ പറഞ്ഞ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല. ഭയങ്കര നിസ്സഹായതയും ഭയങ്കര സങ്കടവും ഭയങ്കര ഹെൽപ്ലെസ്നെസ് ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് അത് കാണിക്കണം എന്ന് പോലും ഇല്ല. ശരിക്കും റിയ എന്താണ് ഡിപ്രഷൻ? എന്താണ് ഡിപ്രഷൻ എന്ന് വെച്ചാൽ അതിലൂടെ യാത്ര ചെയ്ത ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ചോദിച്ചത് കേട്ടോ.
നമുക്ക് എന്താണ് ഡിപ്രഷൻ എന്ന് വെച്ചാൽ സാധാരണ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണ രീതിയിലുള്ളൊരു മൂഡ്, ന്യൂട്രലായിട്ടുള്ളൊരു മൂഡ് വളരെ ഡിപ്പ് ചെയ്യുന്നൊരവസ്ഥയിലോട്ട് പോവുകയും നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ. സാധാരണഗതിയിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് വേണമെങ്കിൽ ഡിപ്രഷനെ അങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പാർട്ടി നടക്കും, അടിച്ചുപൊളി, റീക്ക് ഡിപ്രഷനായിട്ട് അവിടെ ഇരിക്കുക, എന്ത് മാറ്റമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? മുന്നേ ഞാൻ പാർട്ടി എൻജോയ് ചെയ്തിരുന്ന ഒരാളാണെങ്കിൽ ഇപ്പം എനിക്ക് എൻജോയ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ ബ്രെയിൻ അതിന് സമ്മതിക്കില്ല. കാരണം നമുക്ക് സന്തോഷം സന്തോഷം എന്ന് മാത്രമല്ല, നമുക്കുള്ള ഇമോഷൻസ് നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ തലയിൽ ചില ന്യൂറോ കെമിക്കൽസ് റിലീസ് ചെയ്യണം, ചില ഹോർമോൺസ് വർക്ക് ചെയ്യണം. അപ്പം ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ആ ന്യൂറോ കെമിക്കൽ പാറ്റേണുകൾ വ്യത്യാസമായിരിക്കും, അവരുടെ ന്യൂറൽ പാത്വേകൾ വ്യത്യാസമായിരിക്കും. കാരണം അവരൊരു സ്ട്രെസ്സിനോട് എല്ലായ്പ്പോഴും റെസ്പോണ്ട് ചെയ്യാനുള്ള പാകത്തിലായിരിക്കും അവരുടെ ശരീരം പാകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചുറ്റും നടക്കുന്ന ഒരു സാധനത്തിനോട് ചിലപ്പോൾ നംനെസ് ആയിരിക്കും തോന്നുന്നത്, പ്രത്യേകിച്ചൊന്നും തോന്നില്ല. സങ്കടമായിരിക്കും തോന്നുന്നത്. സങ്കടം തന്നെ ആവണമെന്നില്ല, അതൊരു നിർവികാരതയായിരിക്കാം. അത് നമ്മുടെ കയ്യിലല്ല. നമുക്ക് ഇപ്പോൾ എനിക്ക് എന്താണ് പ്രശ്നം എന്ന് പോലും ഡിപ്രഷനുള്ള ഒരാൾക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പം എന്തിനാണ് ഡിപ്രഷൻ നമ്മൾ ഒരാളോട് ചോദിക്കുന്നത് പോലെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്തിനാണ്, നമുക്കൊരു ഇൻ്റലക്ച്വൽ ആൻസർ കൊണ്ട് ഉത്തരം കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കുകയും കൃത്യമായിട്ടുള്ള തെറാപ്പികൾ എടുക്കുകയും ചെയ്ത് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റത്തിൽ നിന്ന് മാത്രമേ നമുക്ക് മനുഷ്യരെ ആരോഗ്യവാന്മാരായിട്ടുള്ള മനസ്സുള്ള മനുഷ്യരായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാരണത്തിൽ നിന്ന് തന്നെ ആവണം എന്നില്ല ഉണ്ടാവുന്നത്. ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ ഒരു കണക്ക് നമ്മൾ എടുത്തു. ഇപ്പം ചിലപ്പോൾ പണ്ട് ഉണ്ടായിരുന്നിരിക്കും റിപ്പോർട്ട് ചെയ്ത ആളുകൾ നമ്മുടെ കണക്കെടുക്കാനുള്ള ശേഷി കൂടുതൽ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പം നമുക്ക് ഒരുപാട് റിപ്പോർട്ടഡ് കേസുകളാണ് ഡിപ്രഷനായിട്ട്. റിയയുടെ ജീവിതത്തിനെ ഏറ്റവും മാറ്റിമറിച്ചതും ഏറ്റവും വിഷമത്തിൽ ആഴ്ത്തിയതുമായ ഒരു കാര്യമാണ് ആക്സിഡന്റ് അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. പറ്റില്ല, അത് നിങ്ങൾ വിചാരിച്ചാണ്. ആക്സിഡന്റ് എനിക്ക് വളരെ പെട്ടെന്നൊരു സന്തോഷം തന്നൊരു കാര്യമാണ് സത്യത്തിൽ. ഒരു ആക്സിഡന്റ് കൊണ്ട് സന്തോഷം ഉണ്ടായി. കാരണം ഞാൻ ഓൾറെഡി ഡിപ്രസ്ഡ് ആയിരുന്നല്ലോ. ഡിപ്രസ്ഡ് ആയിരുന്നപ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടായത്. അപ്പോൾ ജീവിതത്തിൽ പെട്ടെന്ന് എന്തോ വലിയ കാര്യമൊക്കെ നടന്നു, കുറേ അറ്റൻഷനൊക്കെ കിട്ടുന്നു. ആക്സിഡന്റ് സംഭവിച്ചത് എങ്ങനെയാ? ആക്സിഡന്റ് ആക്ച്വലി കാർ ആക്സിഡന്റ് ആയിരുന്നു. കാറ് പോസ്റ്റിനിട്ട് ഇടിച്ചു. പോസ്റ്റ് മറിഞ്ഞ് കാറിൻ്റെ പുറത്തോട്ട് വീണു. എൻ്റെ മുഖം പകുതി പോയിട്ട് ഡാഷിനിട്ട് ഇടിച്ചു. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡാഷിനിട്ട് ഇടിച്ചിട്ട് എൻ്റെ മുഖത്തിൻ്റെ പകുതി ഷേപ്പ് മാറി എന്ന് പറയുന്ന പോലെ നല്ല രീതിയിൽ വ്യത്യാസം വന്നു. പല്ലൊക്കെ പോയി, ചുണ്ട് രണ്ടായിട്ട് കട്ടായി പോയി, മൂക്ക് ഭയങ്കര പൊടിഞ്ഞു പോയി, ഇവിടുത്തെ ഫ്ലഷൊക്കെ പോയി, നെറ്റി ഭയങ്കര വലിയൊരു കട്ട് വന്നു. പിന്നെ ഈ ഏരിയ മൊത്തത്തിൽ പോയി ഇടിച്ച് ഒരു ഷേപ്പ് മാറിപ്പോയി. ആ സമയത്ത് പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അതിലും വലിയ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആക്സിഡന്റ് ഒരു വലിയ പ്രശ്നമാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ആ ചോദ്യം ചോദിക്കാൻ കാരണം ആ ആക്സിഡന്റ് കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? അങ്ങനെ ആക്സിഡന്റിൽ ഫേസിന്റെ പകുതി ഡാമേജ് ആയി. പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടാണ് ഏകദേശം ഇപ്പോൾ കാണുന്നൊരു രൂപത്തിൽ ആക്കി എത്തിയത്. അത് പല്ല് പ്ലാസ്റ്റിക് സർജറി ഇല്ല, ചുണ്ട്, മൂക്കിൻ്റെ ഏരിയയാണ് മെയിനായിട്ട്. നെറ്റിയുടെ ഏരിയ, അത്രയും സാധനങ്ങൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തു. പിന്നെ പല്ല് പോയിരുന്നു, പല്ല് നമ്മൾ ഇംപ്ലാന്റ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കോസ്മെറ്റിക് പരിപാടികളൊക്കെ ചെയ്ത് ആണ് ഇപ്പം കാണുന്നൊരു രൂപത്തിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം കാണുന്നൊരു ഭാഗം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു 4-5 പല്ലെന്ന് പറയുന്നതും എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ അതിലിപ്പം ഞാൻ ചോദിക്കുന്നത് വിഷമമില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. പണ്ടിതായിരുന്നോ മുഖം തന്നെ? പണ്ട് ഇതല്ല, പക്ഷെ വിഷമമൊന്നും ഇല്ല. അതിൽ വിഷമിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മുഖം വ്യത്യാസം വന്നു, സൗന്ദര്യമൊക്കെ ഇച്ചിരി കുറഞ്ഞു, പക്ഷെ കുറഞ്ഞു എന്ന് കാണണ്ട, കുറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പം ആ വാലിഡേഷനിൽ ഞാനത് അംഗീകരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. പ്ലാസ്റ്റിക് സർജറി എന്താണെന്നും ആക്സിഡന്റ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. അതൊരു കഥയല്ലേ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലൊരു പറയുന്ന കഥ കോപ്പി അടിക്കാൻ എനിക്ക് താല്പര്യമില്ല. സ്വന്തമായിട്ട് ഇഷ്ടം പോലെ കഥകളുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കഥകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇഷ്ടമാണ്. ഈ റിയവായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു കാര്യം എന്ന് പറയുമോ? എന്താണ്? ഇതെല്ലാം പലർക്കും മറച്ചു വെക്കാം. ഓക്കെ, ഇതെല്ലാം മറച്ചു വെച്ച് അവാർഡിനെ പറ്റി മാത്രം അരമണിക്കൂർ കൊണ്ടുപോകാനും നാക്കുള്ളത് കൊണ്ട് റിയയ്ക്ക് പറ്റും. പക്ഷെ ഇതിനെല്ലാം ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ആ ഒരു മനസ്സിന് ശരിക്കും വലിയൊരു കൈയ്യടി കേട്ടോ. താങ്ക് യു. ഇതിങ്ങനെ തന്നെ ആവട്ടെ ഇനി അങ്ങോട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ റിയ ഈ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് പറയുകയുണ്ടായി, ആക്സിഡൻറ്റ് എനിക്ക് വലിയ സംഭവമല്ല, കാരണം ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് KKBB എന്ന് പറയുന്ന പോലെ ഇതിനപ്പുറം അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്. നമ്മുടെ ഒരു അവസ്ഥയുടെ എക്സ്ട്രീം പോയിട്ട് പുറകോട്ട് നോക്കുമ്പോൾ വട്ടപൂജ്യമെന്ന് പറയുന്നത് സത്യമാണോ? ശൂന്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഡൗൺ ആയിട്ട് പോയി, പിന്നെ എന്തൊക്കെ വന്നാലും അത് നിസ്സാരമാണെന്ന് തോന്നിക്കുന്ന ഒരു കാര്യം.
അതിനോട് ഞാൻ അങ്ങനെ അംഗീകരിക്കുന്നൊന്നുമില്ല. കാരണം ഓരോ എക്സ്പീരിയൻസും ഭയങ്കര യുണീക്കാണ്. ഓക്കെ. നമ്മളിപ്പോൾ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ വിചാരിക്കും ഇതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നമുക്ക് വരാവുന്നതിൽ വന്ന ഏറ്റവും വലിയ കാര്യം ഇതാണെന്ന് വിചാരിക്കും. അതൊക്കെ നമ്മുടെ വളർച്ചയുടെ ഭാഗമാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ നമ്മൾ ഔട്ട്ഗ്രോ ചെയ്യും. ഓക്കെ. അത് ഔട്ട്ഗ്രോ ചെയ്യുന്നതിനാണ് നമ്മൾ വളർച്ച എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഇല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങും എന്നുള്ളതല്ലാതെ യാതൊരു വളർച്ചയില്ലാത്തൊരു മനുഷ്യനായിട്ടായിരിക്കും നമ്മൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. നമുക്ക് അന്നേരം അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ലോകത്ത് നടക്കുന്നത്. നമ്മൾ പറയുന്ന പോലെ നമുക്ക് ഒരു സെറ്റ് ബാക്ക് ഉണ്ടാവുമ്പോഴോ നമുക്ക് ഒരു വലിയൊരു ആഘാതമോ വലിയൊരു ട്രോമയോ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ മറികടന്ന് അതിലും വലിയൊരു മനുഷ്യനായിട്ട് അതിലും നല്ലൊരു മനുഷ്യനായിട്ട് നമ്മൾ വളരുന്നത്. പിന്നെ സൈക്കോളജിയുടെ ഭാഷയിൽ വേണമെങ്കിൽ ഒരു ഡയലക്റ്റിക്കൽ എഡ്ജ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ വളർന്നു വരുന്നൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു അനുഭവം ഉണ്ടാവും. നമുക്കത് ഇതുവരെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്നും വെച്ചിട്ട് അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമുക്കറിയില്ല. അത് ഡിപ്രഷനൊന്നുമല്ല ഞാൻ പറയുന്നത്, എന്ത് കാര്യവും ആവാം. ആ ഒരു പോയിന്റിൽ നിന്ന് ആ കോൺഫ്ലിക്റ്റിൽ നിന്ന് നമ്മൾ അടുത്തൊരു സ്റ്റേജിലോട്ട് അടുത്തൊരു ഫേസിലോട്ട് എത്തുന്നിടത്താണ് നമ്മൾ വളരുന്ന അടുത്ത ഫേസിലുള്ള മനുഷ്യനാവുന്നത്. അപ്പം നമുക്ക് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവും. അത് കഴിഞ്ഞ് വീണ്ടും അതങ്ങനെ മുന്നോട്ട് പോകും. അപ്പം നമുക്ക് വീണ്ടും അതിലും വലിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിന് മുന്നേ നടന്ന പ്രശ്നമൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമായിരിക്കില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ ഈ 2015 നടന്ന ഡിപ്രഷൻ ഇപ്പം എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നണില്ല. ആ സമയത്ത് വലിയ പ്രശ്നമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് എന്തും എന്നുള്ളതല്ല, അത് കഴിഞ്ഞ് അതിലും വലുത് വരും എന്നുള്ളതേ ഉള്ളൂ. അതിലും വലുത് വന്നാൽ നമ്മൾ അതിലും വലിയൊരു മനുഷ്യനാവും, അതിലും വലിയ ഡെപ്തുള്ള മനുഷ്യനാവും, അതിലും കൂടുതൽ കണ്ടന്റ് ഉള്ള മനുഷ്യനാവും, അതിലും കൂടുതൽ മനുഷ്യർക്ക് ഇടപെടാൻ പറ്റുന്ന ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന മനുഷ്യനാവും എന്നൊക്കെയുള്ളതാണ് എൻ്റെ പെർസ്പെക്റ്റീവ്. ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ടോ ലൈഫിൽ? ഒന്നല്ല, നമുക്കൊരു 5-6 സിനിമ എടുത്തേക്കാം. സിനിമ എഴുതണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുള്ള ആളാണ്. ഇനി എന്തൊക്കെയാണ് മുന്നോട്ടുള്ള ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളല്ലേ? എനിക്കങ്ങനെ വലിയ അംബീഷനൊന്നും ഇല്ല സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. ഒന്ന്, നല്ലൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആകണം എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആഗ്രഹമാണ്. പിന്നെ ഞാൻ ഈ ഒരു അംബീഷൻ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പം ചില ആളുകൾ പറയില്ല നിങ്ങൾ ഒരു ലക്ഷ്യം എന്നുള്ള രീതിയിൽ ലക്ഷ്യബോധത്തോടെ പോകുമെന്ന്. അതെന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാറുണ്ട്. എനിക്കങ്ങനെ ഒരു ലക്ഷ്യബോധം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എനിക്ക് ഇടയ്ക്ക് അത് 2 വഴി കൂടെ പോകുന്നു എന്നുള്ളതല്ല, ഇതെല്ലാം കൂടെ കൺവേർജ് ചെയ്യുന്ന ഒരു പോയിന്റ് എത്തും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആവുന്നത് പോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു ആർട്ടിസ്റ്റിക് എലമെൻറ്റിനെയും എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് കഥകൾ പറയാൻ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇഷ്ടംപോലെ കഥകൾ ഞാൻ വന്നത് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കഥകൾ പറയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. എഴുതി വരുന്നതേ ഉള്ളൂ. എനിക്ക് അത് അക്കാഡമിക് എഴുത്തും എനിക്കിഷ്ടമാണ്, അല്ലാതെ എഴുതുന്നതും ഇഷ്ടമാണ്. അഭിനയിക്കാൻ എനിക്കിഷ്ടമാണ്, പെർഫോം ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അഭിനയിക്കാതെ ഞാൻ സീരിയലിലോ സിനിമയിലോ മാത്രമല്ല പറയണത്, ജനറലി പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ആക്ടിങ്ങിനെ കാണുമല്ലോ, ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ്, യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളെയും കൂടെ കൊണ്ടുപോകും. ഇതിനെല്ലാം ഞാൻ അംബീഷൻസ് ആയിട്ട് വായിക്കുന്നത് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഞാനൊരു ഒറേഷ്യസ് റീഡറൊന്നും അല്ല. വായിക്കലല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്യാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ വായിച്ചേ പറ്റൂ എന്നുള്ള കാര്യങ്ങളിൽ വായിക്കാറുണ്ട് ഞാൻ. അങ്ങനെ ഭയങ്കര വായിക്കുന്ന ആളൊന്നും അല്ല. വളരെ സെലക്റ്റീവായിട്ട് ഇത് വായിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ തോന്നുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. റിയയുടെ ലൈഫിൽ സൗഹൃദങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ എത്രയായിരിക്കും? എൻ്റെ ജീവിതത്തിൽ ഞാൻ മനുഷ്യർക്ക് കൊടുക്കുന്ന വാല്യൂ വളരെ വലുതാണ്. സൗഹൃദങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, സൗഹൃദങ്ങളെ ഇപ്പോൾ നമ്മൾ പലതരത്തിലാണല്ലോ ആളുകൾ കാണുന്നത്. നമ്മളിപ്പം ഇന്ന് കാണുന്ന വർത്താനം പറയുന്ന ഒരാളെ നമുക്ക് ചിലപ്പോൾ സുഹൃത്ത് എന്ന് പറയാം. അങ്ങനെ അല്ലാതെ വളരെ 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 അടുത്ത് നിൽക്കുന്ന മനുഷ്യന് മാത്രം സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം സുഹൃത്തുക്കൾ എന്നുള്ളതിന് നമ്മളെ നമ്മളായി കാണിക്കാൻ പറ്റുന്ന അതർ എന്നുള്ളൊരു സെൻസിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഏറ്റവും പൂർണ്ണമായിട്ടുള്ളൊരു ബന്ധം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഞാൻ സൗഹൃദത്തെ പറയും. അത് എനിക്ക് എല്ലായ്പ്പോഴും എന്നെ പൂർണ്ണമാക്കണമെങ്കിൽ ഒരു മറ്റൊരാൾ ഉണ്ടാവണം എന്ന് തോന്നുന്ന കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇഫ് ഐ വോണ്ട് ടു നോ എ സെൽഫ് ഐ വോണ്ട് ടു നോ ആൻ അതർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സുഹൃത്ത് എന്ന് പറയുന്നതോ മറ്റൊരാൾ എന്ന് പറയുന്നതോ എനിക്ക് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അത് കണക്ട് ചെയ്യുന്ന എലമെൻറ്റുകൾ കൊണ്ടാവാം, നമ്മൾക്ക് ഒരുമിച്ചുള്ള ജീവിതത്തോടുള്ള ഒരു അന്വേഷണം കൊണ്ടാവാം, അത്തരത്തിലൊക്കെ. മനസ്സിലായോ? പിന്നെ ഒരു അധ്യാപികയുടെ മകളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സത്യമാണ്. ഒരു അധ്യാപികയുടെ മകളാകുമ്പം ഈ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ? നമ്മൾ രണ്ടുപേരും ഫ്രീക്ക് മദർ ആൻഡ് ഡോട്ടർ വൈബാണ്. പക്ഷെ ഇച്ചിരി ഓപ്പോസിങ് വൈബാണെന്ന് തോന്നുന്നു. അങ്ങനെ ചിട്ടവട്ടങ്ങളൊന്നുമില്ല. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഭയങ്കര അടിയായിരുന്നു, അതും ഇതൊക്കെ പറഞ്ഞിട്ട് സാധാരണ വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ അടികൾ. പിന്നെ ഇപ്പോൾ ഒക്കെ നമ്മൾ രസമായിട്ട് സംസാരിക്കുകയും ഇങ്ങോട്ടും ഇങ്ങോട്ടും പല പല വിഷയങ്ങളെ പറ്റി, ഇപ്പോൾ സീരിയലിൻ്റെ കാര്യം മാത്രമല്ല പറയണേ, അല്ലാതെയും നമ്മൾ ഒരുപാട് വിഷയങ്ങളെ പറ്റിയിട്ട് സംസാരിച്ച് നമ്മളൊരു ഒരു സന്ധിയിൽ എത്തി ഇപ്പം അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ടീച്ചറിൻ്റെ മകളായതുകൊണ്ട്
ഒരുപാട് പ്രിവിലേജുകൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. ടീച്ചറിന്റെ മോളാണ് എന്നുള്ളതിന്റെ പ്രിവിലേജുകൾ ഉണ്ടല്ലോ. പഠിക്കാൻ പിടിക്കുകയായിരുന്നു. ഇപ്പോഴും പിടിക്കുകയാണ്. പഠിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ആസ്വദിച്ച് പഠിക്കുന്ന ഒരാളാണ്. ഈ അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം അമ്മ എന്ത് പറഞ്ഞു? അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കിട്ടുമെന്ന് വിചാരിച്ചില്ല എന്ന് 5-6 വട്ടം പറഞ്ഞു. പിന്നെ എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. അതായത് അതെല്ലാം പോട്ടെ, റിയയ്ക്ക് അറിയാമായിരുന്നു ഇത് കിട്ടുമെന്ന്? ഇപ്പം സീരിയൽ തുടങ്ങുന്ന ഒരു സമയത്തൊക്കെ അവാർഡ് കിട്ടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, ഒരു വർക്കാണ് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ മുന്നോട്ടൊക്കെ പോകുന്നൊരു സമയത്ത് വീണ്ടും ഇതിനകത്ത് സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഡിഫ്യൂസ്ഡ് ആവുന്ന ഏരിയകളിൽ കുറച്ച് നാളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത്. പിന്നെ 2023 കഴിഞ്ഞ വർക്കാണ്. പിന്നെ അതൊക്കെ മറന്നുപോയി, കിട്ടില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അതൊക്കെ വിട്ടേ പോയി എന്ന് വേണമെങ്കിൽ പറയാം. 2024 അനൗൺസ് ചെയ്യേണ്ട അവാർഡാണ്. അപ്പം 2024 പ്രത്യേകിച്ചൊന്നും കേട്ടില്ല, അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ആ സമയത്ത് പറയേണ്ട അവാർഡാണ് 2025 ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ഇത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടാണ്. നമ്മളാരും അറിഞ്ഞില്ല അവാർഡ് വരുന്നുണ്ടെന്നോ അവാർഡ് പ്രഖ്യാപിക്കാൻ എനിക്കെന്നല്ല, അവാർഡ് തന്നെ പ്രഖ്യാപിക്കാൻ പോകുന്നു പോലും നമ്മൾ അറിഞ്ഞില്ല. അപ്പം ഞാനിങ്ങനെ രാവിലെ അല്ല, ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് മമ്മിയുടെ അടുത്ത് എന്തൊക്കെയോ വഴക്കൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിൽ ഭയങ്കരമായിട്ട് ആരൊക്കെയോ വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഇതെന്ത് പറ്റി, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയതാണോ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഇത്രയും ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ. അപ്പോൾ ഞാൻ എടുക്കുമ്പം അപ്പോൾ ഡയറക്ടറാണ് എന്നെ വിളിച്ച് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡിൻ്റെ കാര്യം പറയണത്. അപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് സ്റ്റേറ്റ് അവാർഡ് എനിക്ക് എന്ന് പറഞ്ഞാലും മറ്റേ ലോട്ടറി അടിച്ച പോലത്തെ അവസ്ഥയായിരുന്നു. പിന്നെ എല്ലാവരും വിളിക്കുന്നു. അപ്പോൾ ഭയങ്കര ആ മൊമെന്റിൽ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. മുന്നേ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പിന്നെ അത് മറന്നല്ലോ. അങ്ങനെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഇപ്പോഴും ഭയങ്കര സന്തോഷമുണ്ട് ആ അവാർഡ് കിട്ടിയതിൽ. അത് ഇപ്പോൾ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വേറെ വർക്ക്, ഈ ഭയങ്കര ലോങ് ആയിട്ടുള്ള വേറെ വർക്കുകളൊന്നും ചെയ്തില്ല. വേറെ ഓഫറുകളൊക്കെ വരുമ്പോൾ എടുക്കാതൊക്കെ ഇരിക്കുമ്പം എൻ്റെ അടുത്ത് സുഹൃത്തുക്കളും എല്ലാവരും പറയാറുണ്ട്, ഈ വരുന്ന ഓപ്പർച്യൂണിറ്റികൾ എല്ലായ്പ്പോഴും വരില്ല, ഇപ്പോൾ ഉള്ള സമയത്ത് കിട്ടത്തുള്ളൂ. ഓപ്പർച്യൂണിറ്റികൾ വരുമ്പോൾ നമ്മൾ അതിന് നേരെ തിരിഞ്ഞു നിൽക്കരുത്. ഓപ്പർച്യൂണിറ്റികൾ എല്ലായ്പ്പോഴും വരില്ല, ഭാഗ്യം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നാളെ ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഒക്കെ ഞാൻ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ, ഇനി ഞാൻ അങ്ങനെ വർക്ക് ചെയ്യണോ, ഞാൻ ഉള്ളൊരു കാര്യത്തിനെ ക്ലോസ് ചെയ്തിട്ട് പോവുകയാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു സാധനം വാലിഡേറ്റ് ചെയ്യപ്പെടുന്നില്ലേ, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ലേ, അത് ശരിയായില്ലേ, അത്തരത്തിലുള്ള ഒരുപാട് സെൽഫ് ഡൗട്ടുകൾ എൻ്റെ മനസ്സിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ അവാർഡ് കിട്ടുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു സാധനം, ഓപ്പർച്യൂണിറ്റികൾ വരുന്ന ഓപ്പർച്യൂണിറ്റികളിൽ നമുക്ക് വേണ്ടതിന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു ഏരിയ. നമുക്കൊരു ഇഷ്ടം തോന്നണമല്ലോ. ഇപ്പൊ ആൺപിറന്നോളിൽ തന്നെ റിയ വരാൻ കാരണം ആ ഒരു സ്റ്റോറി വൈസ് ആണെങ്കിലും ക്യാരക്ടർ വൈസ് ആണെങ്കിലും ഇഷ്ടപ്പെട്ടു. വളരെ സത്യസന്ധമായിട്ട് അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അതിനകത്ത് വന്നത്, അല്ലെങ്കിൽ അതിനകത്ത് വരില്ലായിരുന്നു. അതെനിക്ക് സത്യസന്ധമായിട്ട് പറയാം. പിന്നീട് അതൊരു വർക്കായിട്ട് എടുത്ത സമയത്തൊക്കെ പിന്നെ എനിക്ക് സംശയങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ മറ്റു വർക്കുകൾ ചെയ്യാം, കാരണം അതൊരു ജോലിയും കൂടെ ആണല്ലോ. നമുക്ക് അതിനോടുള്ള ഇഷ്ടം എന്നൊക്കെ ഉള്ളതിനപ്പുറത്തോട്ട് ഇതൊരു ജോലിയാണ്, അതൊരു തൊഴിലിടമാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വരുമാനം തരുന്ന അത്തരത്തിലുള്ളൊരു ഏരിയയാണ്, അതൊരു വർക്ക് സ്പേസ് ആണ്. അത്തരത്തിൽ എനിക്ക് വർക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇനി വർക്ക് ചെയ്യില്ല എന്നുള്ളതല്ല, വർക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് കൺഫ്യൂഷനുകൾ ഉണ്ടായിട്ടുണ്ട്. ആ കൺഫ്യൂഷനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അതിനകത്ത് ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കൺഫ്യൂഷൻ ഉണ്ടല്ലോ. നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യുക. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവും. വരുന്ന ഓപ്പർച്യൂണിറ്റികളിൽ നമുക്ക് വേണ്ട നല്ല ഓപ്പർച്യൂണിറ്റികളെ തിരഞ്ഞെടുക്കുക എന്നുള്ള വിവേചനശേഷി വളർത്തുക എന്നുള്ളതാണ് എനിക്ക് അവാർഡ് കൊണ്ട് വാലിഡേറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ റിയ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതുപോലെ തന്നെ സംസാരിക്കട്ടെ. ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു സോ മച്ച്.